Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു പനീർ കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയും ഡെലീഷ്യസും ആയ കറി ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അറിയാവുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ഷെയർ ചെയ്യുന്നത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഈ പനീർ കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പനീർ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് പനീറൊന്നുമല്ല, ഇത് റെഡിമെയ്ഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ഈ പനീർ കറി ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് നിരത്തി കൊടുത്തു. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് മാറ്റി അടച്ചു വെക്കുക ചെയ്തത്. പിന്നീട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായ സമയം സവോളയൊക്കെ ആഡ് ചെയ്തു. കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. സവോള പെട്ടെന്ന് സോട്ടായി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 സ്പൂൺ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത്. ഇതിലേക്ക് കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാനാണ്. നമ്മുടെ കറിയിലേക്ക് അത് ആഡ് ചെയ്യും. അപ്പോൾ അരച്ചെടുക്കാനുള്ള സവോളയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, ചെറിയ ജീരകം ഇതെല്ലാം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏലക്കയും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മസാല നമ്മൾ പൊടിച്ച് ചേർക്കുന്നില്ല, പകരം അങ്ങനെ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ആ ഒരു പാനിലേക്ക് തന്നെ ഈ പനീർ നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് വെള്ളമൊന്നും ഇല്ലാതെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താക്കി എടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പനീർ ഹാർഡാകും. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ഇതൊന്ന് നല്ലതുപോലെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ വേവിച്ച സോട്ട് ചെയ്തെടുത്ത ആ സവോളയുടെ മിക്സ് ഒന്ന് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ശകലം വെള്ളവും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അത് നമ്മുടെ ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തതിന് ശേഷം ഈ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. മുൻപ് നമ്മൾ മസാലയായിട്ട് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇപ്പോൾ കുറച്ച് കറി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മസാലയുടെ സ്മെല്ല് വരാനായിട്ടാണ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ കാഷ്യൂ നട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചേക്കുക.
അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്ത ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഒരു 2-3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ കാഷ്നട്ടിൻ്റെ മിക്സും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കസൂരി മേത്തിയുടെ ടേസ്റ്റ് സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.